ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഹോളിഡേ മീലാണ്. കാരണം ഒരുപാട് റിക്വസ്റ്റ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഹോളിഡേ മീൽ ചെയ്യണം. കാരണം അത് നന്നായിട്ട് മോട്ടിവേഷനുള്ള ഒരു കാര്യമാണെന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഒരു ബീഫ് കറിയാണ്. ബീഫ് പൊട്ടറ്റോ ആയിട്ട് വെച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ഊട്ട ഉള്ള പാത്രത്തിലാണ് കഴുകി വെച്ചേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ച്, പച്ചമുളക് ഇത് വേറെ ആവശ്യത്തിനുള്ളതാണ്, ഞാൻ പിന്നെ കാണിക്കാം. പച്ചമുളക് 2-3 എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാളയും. ഇത്രയും സാധനം ഇട്ടിട്ടാണ് ബീഫ് നമ്മൾ ഉപ്പ് ഇട്ട് വേവിക്കണത് കുക്കറിൽ. അപ്പോൾ എൻ്റെ ബീഫ് കുറച്ച് വേവ് കൂടുതലുള്ള ബീഫാണ്, അതുകൊണ്ട് കുക്കറിൽ തന്നെയാണ് വേവിക്കണത്. അപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത്, അപ്പോൾ അത് ഇത്തിരി അധികമാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത്, അടുത്ത കറികൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചോപ്പ് ചെയ്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോഴേക്കും നമ്മൾ അതെടുത്ത് കളയാതെ തന്നെ എല്ലാവരും അത് കഴിക്കും. കാരണം അത് അലിഞ്ഞു പോകും ഒരു വിധം. പക്ഷേ നമ്മൾ പേസ്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതത്ര ഒരു ടേസ്റ്റ് അല്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ മീതെ ഞാൻ വെച്ചത് വൈകുന്നേരത്തേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, സ്നാക്ക് ഉണ്ടാക്കാനായിട്ടാണ് ആ ഉരുളക്കിഴങ്ങ് ഇതിനോടൊപ്പം പുഴുങ്ങണത്. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകം തീയും ബുദ്ധിമുട്ടും ഒക്കെ വേണ്ട, ഗ്യാസ് ലാഭമൊക്കെയാണ്. ഇനി ഇത് താളിക്കാനായിട്ടുള്ളതാണ്, കറി താളിക്കാനായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനകത്ത് നിന്ന് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് കുറച്ചെടുക്കും. പിന്നെ ഇത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, ഒരു 1.5 ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇത്തിരി വെള്ളത്തിൽ നിന്ന് ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് പുകയും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിന് വേണ്ടതാണ്. ഞാൻ ആ പച്ചക്ക് തന്നെയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. കാരണം പച്ചക്ക് ഈ ഗ്രേവിയുടെ അകത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് വേകുമ്പോഴാണ് കൂടുതൽ ആ ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ ഉരുളക്കിഴങ്ങിന് പിടിക്കണം. അല്ലാതെ പുഴുങ്ങിയിട്ട് അരിഞ്ഞിട്ടിട്ട് കാര്യമില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി അപ്പോഴേക്കും മസാല വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിരുന്നത് അതിട്ട്, അപ്പോൾ പുകഞ്ഞ് കത്തൂല പെട്ടെന്ന് അങ്ങോട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് അതിനോടൊപ്പം തന്നെ പൊട്ടറ്റോയും ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കും. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടേക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഉപ്പൊക്കെ ഞാൻ ഇടുന്നത് ചിലപ്പോൾ ഇതിനകത്ത് പെട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉപ്പിട്ടിട്ടില്ലെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് വെന്തിട്ട് ഞാൻ കുക്കറിലിറക്കി വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ ആ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച ഉടനെ തന്നെ ഞാനത് ചെയ്തിട്ട് രാവിലെ തന്നെ അതൊക്കെ വെച്ച്. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിനൊക്കെ ഇടുക. ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ കൂടുതലുള്ളതാണ് ഇഷ്ടം എല്ലാവർക്കും. എന്ത് കാര്യത്തിലും ഉരുളക്കിഴങ്ങൊക്കെ കൂടുതലുള്ളത് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടണത്. അപ്പം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ കപ്പ ഇടുക, അങ്ങനെയൊക്കെ ഇടുക. അപ്പോൾ ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ഇടുക. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് ആ പുഴുങ്ങിയ ഇറച്ചിയുടെ അകത്ത് നിന്ന് കുറച്ച് ഒരു ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുഴുങ്ങി മീതെ വെച്ച പൊട്ടറ്റോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്കുള്ള സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസൊക്കെ ലാഭിക്കാം. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് നിൽക്കണം. അപ്പോൾ രാവിലെ തന്നെ അതും കഴിഞ്ഞിരിക്കും. സാവധാനം നമ്മളൊന്ന് വെന്ത സാധനം ഒന്ന് ചെയ്തെടുത്താൽ മതിയല്ല. പിന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പകുതി മുക്കാൽ പണി തീർന്നെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇറച്ചി അവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചപ്പാത്തി പരത്തി അതിനോടൊപ്പം. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, കറി ആദ്യം റെഡിയാക്കിയിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കാനെന്ന്. അല്ലെങ്കിൽ അപ്പോൾ ആകുന്നത് ആവശ്യക്കാരിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഇന്നലത്തെ പുട്ടാണ്, അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചില ഒരാൾക്ക് ഇത് ഇഷ്ടമാണ്, പുട്ടും ഇറച്ചിക്കറിയും കൂടി. അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ള പുട്ടിന് ചൂടാക്കി കൊടുത്ത് ഇനി ബാക്കി വേണമെങ്കിൽ ഒരു ചപ്പാത്തി അതിൻ്റെ പോരാത്തത് എടുത്ത് കഴിച്ചോട്ടെ. അപ്പോൾ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് കഴിക്കാൻ പോവുകയാണ്. ഇനി അടുത്തത് ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടന്ന്. അപ്പം ഞാനിത് കാണിക്കാത്തത് ബിന്ദാലു ആയതുകൊണ്ടാണ്. നേരത്തെ ഞാൻ ബിന്ദാലു ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചി കൂടുതൽ വേവുള്ളതുകൊണ്ട് ബിന്ദാലു കുക്കറിൽ തന്നെ വെക്കണത്. എനിക്കിത് ഇഷ്ടമല്ല ഇങ്ങനെ വെക്കണത്. പക്ഷേ വൈകുന്നേരം ആയാലും എന്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് വെച്ച്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തത്, സവാള, പച്ചമുളക്, വേപ്പില, ഇത്തിരി വിനാഗിരി, ഉപ്പ്, ഇത്രയും സാധനം ഇട്ടിട്ട് ഇതിനെ പുരട്ടി അങ്ങോട്ട് വേവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലാകുന്ന നേരത്തെ ഒരുവിധം വെന്ത് കിട്ടും.
എന്നിട്ട് പിന്നെ നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ആ ഇപ്പൊ വെള്ളം ഒരു തുള്ളി പോലും ഇടാതെയാണ് ഞാനിത് വേവിക്കാൻ വെച്ചത്. പക്ഷെ ഒരുപാട് വെള്ളം ആകും കുക്കറിൽ കിടന്നിട്ട്. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് കുക്കറിൽ വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് താളിക്കാനുള്ള ചട്ടിയിൽ വിന്താലു താളിക്കാനായിട്ടുള്ള സാധനം ഇട്ടിട്ട് ഈ വിന്താലു പൊക്കി അതിനകത്തേക്ക് മറിച്ചിട്ടേ ചെയ്തത്. ഇതിന്റെ മീതയിലേക്കല്ല താളിച്ചിട്ടത്, കാരണം ചട്ടി കിടന്നൊന്നും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ചട്ടിയിൽ ആയ ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചട്ടിയിലേക്ക് ഇങ്ങാടാണ് ഇടുന്നത്. ഇത് അങ്ങോട്ട് സാധാരണ താളിച്ചിട്ട് അങ്ങോട്ടല്ലേ ഇടുന്നത്. അപ്പൊ ഞാനിത് ഇപ്പുറത്തേക്ക് ഇട്ട്. അപ്പൊ അത് അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇനി അത് സാവധാനം കിടന്നിട്ട് കുറുകണം. ഇപ്പൊ വെള്ളം പോലെ കിടക്കണേന്ന് സാവധാനം കിടന്ന് കുറുകും. എന്നിട്ടും മര്യാദക്ക് വെന്തിട്ടില്ല കേട്ടോ. അപ്പൊ കാലത്ത് ഇറച്ചിക്കറി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യണത്, അപ്പൊ ഈ 20 കറിക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വൻപയർ തോരനാണ് വെക്കുന്നത്. അപ്പൊ ഈ വൻപയർ തോരൻ വെക്കാനായിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനം ഒന്നിച്ച് മിക്സിയിലൊന്ന് ഞാൻ ചതച്ചെടുക്കും. അപ്പൊ ഈ വൻപയറൊക്കെ നേരത്തെ തന്നെ ഞാൻ കൂടുതലായിട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി ഈസി ഉണ്ട് ചെയ്യാനായിട്ട്. ഇതെല്ലാം ഒന്നിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് എല്ലാം വെന്തിരിക്കണല്ലേ, അപ്പൊ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം. 2-3 ടൈപ്പ് കറി പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാൻ പറ്റില്ല. അത് എല്ലാം ഒന്നിച്ച് ചെയ്യാൻ പോയാലും നടക്കൂല. അപ്പോൾ കടുക് പൊട്ടിച്ച് തോരന് വേണ്ടിയിട്ട്, എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, കൂടുതൽ കളറൊന്നും മാറണ്ട. അപ്പം തന്നെ നമ്മൾ മിക്സിയിലടിച്ച തേങ്ങാക്കൂട്ടും ഇട്ടിട്ട് അതിനകത്തേക്ക് വൻപയറും കൂടി പൊട്ടിയിട്ട് വെന്തതല്ലേ, ഇനി പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കഴിയും. അപ്പം അതിൻ്റെ പണി അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മൾ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് വൈകുന്നേരം ആയാലും നിങ്ങൾ ചെയ്ത് തീർക്കില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. വൻപയർ നല്ല ടേസ്റ്റ് ആകുന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാം. അപ്പോൾ ഇനി അടുത്തത് ഒരു ചാറിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. ചാറിലിടാനായിട്ട് മാങ്ങയില്ല, പുളിയില്ല, തക്കാളിയിലൊന്നുമില്ല. അപ്പം ഞാൻ ചെയ്യണത് വെറുതെ ഇത്തിരി തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞളും കൂടി ചേർത്ത് മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുത്ത്. ഇത്ര സാധനമുള്ളൂ അരക്കാനായിട്ട്. എന്നിട്ട് ആദ്യം താളിക്കണേന് ഉലുവയും കടുകും കൂടിയിട്ടാണ് താളിക്കണത്. ഉലുവയും കടുകും കൂടിയിട്ട് താളിച്ചിട്ട് ഇതൊരു ഈസി ചാറാണ് കേട്ടോ. കാരണം ചോറ് ഇങ്ങനെ ഉണക്കച്ചോറ് തിന്നില്ല എന്നൊക്കെ പറയണവർക്ക് ഒന്നുമില്ലെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ചാറാണ്. ഒരു സാധനം വേണ്ട, ഇത്തിരി തേങ്ങ മാത്രം മതി നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് ഇതങ്ങോട്ട് താളിച്ച് കഴിഞ്ഞിട്ട് ഈ തേങ്ങരപ്പ് അതിനകത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. അപ്പം പച്ചമുളക് അരച്ചേക്കുന്നത് കൊണ്ട് അതിൻ്റെ എരിവുണ്ടാവും ചെറുതായിട്ട്. അതുകൊണ്ട് തേങ്ങരപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പൂൺ വിനാഗിരി അതിനകത്തേക്ക് ഒഴിക്കും. അപ്പം നേരെ പുളിയായി. അപ്പം ഇതിനുള്ള പുളിയുടേത് അങ്ങനെയാണ് ചെയ്യണത്. ഈ വിനാഗിരി ചേർന്നാണ് ഇതിനെ പറഞ്ഞത്. അപ്പോൾ ഒരു ഇത്തിരി പുളിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാണ് ഞാൻ അരച്ചത്. ഇതിപ്പോൾ വിനാഗിരിയാണ്. അരച്ചപ്പോൾ ഉപ്പിട്ടത് കൊണ്ട് ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോൾ വിനാഗിരി അത്രയും മാത്രം ഒഴിച്ച് ആ ഒരു കാര്യം കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഒരു കുറച്ച് ഞാൻ വെച്ചോളൂ. എല്ലാവരും അത് എടുക്കുമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ വെച്ചോളൂ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ കുറച്ച് ചിരണ്ടി ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നത് കൊണ്ട് എളുപ്പമെടുത്ത് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്മളിതെല്ലാം കൂടിയൊക്കെ തേങ്ങ ചിരണ്ടാനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ പാത്രം കഴുകൽ, വീട് അടിക്കലൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട്. അതൊന്നും ഉൾപ്പെടുത്തണില്ല. അപ്പോൾ ഡെയിലി റുട്ടീനായി പോകും എല്ലാം കൂടി കാണിക്കുമ്പോൾ. അപ്പോൾ അതിനെ നമ്മൾ ആ വറുത്ത വറ്റലൊക്കെ വെച്ചിട്ടുണ്ട്, ഇത്തിരി പപ്പടവും വെച്ചിട്ടുണ്ട്. വറ്റൽ സൂപ്പറാണ് കേട്ടോ. ചോറിനക്കൂടി കഴിക്കാൻ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇറച്ചി നേരത്തെ എടുത്ത് വെച്ചില്ലേ, ആ ഇറച്ചി ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊട്ടറ്റോ അന്ന് കാലത്തെടുത്ത് വെച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, സവാള, പച്ചമുളക്, അത്രയൊക്കെ സാധനങ്ങൾ മതി. നമ്മുടെ കട്ട്ലറ്റാണ് ഉണ്ടാക്കണം വൈകുന്നേരം. രാവിലെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത്, അപ്പോൾ നെയിലൊക്കെ ഒന്ന് വെട്ടി കുറേയൊക്കെ കളഞ്ഞ്, ഭയങ്കര നീളം കൂടി എന്ന് വെച്ച് നെയിലിനൊക്കെ, അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കണത് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, റൈറ്റ് കയ്യിൽ നെയിൽ പോളിഷ് കരുതുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപൂർവ്വമുള്ള ആ അഭിപ്രായത്തെ മാനിച്ച് ഞാൻ ഇനി മുതൽ റൈറ്റ് സൈഡിൽ എന്തായാലും നെയിൽ പോളിഷ് ഇടണില്ലെന്ന് ഒരു തീരുമാനം എടുത്ത്, അതും കൂടി ഇപ്പം പറയുന്നേ.
അപ്പോൾ ഇതിൻ്റെ മസാലപ്പൊടികളാണ്. ഗരം മസാല കൂടുതലാണ്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് അത് പോയിട്ടാ പെട്ടെന്ന്, അതാണ് തന്നെ ഞങ്ങൾ പോയത്. ഇത് മല്ലിപ്പൊടി ഒട്ടും ചേർക്കണില്ല കേട്ടോ, മല്ലിപ്പൊടി വേണ്ട. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലുള്ളത്. പേരിന് മാത്രം മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, മസാലപ്പൊടി കൂടുതൽ, ഇത്തിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഒട്ടും തന്നെ ഇല്ല കേട്ടോ. എന്നിട്ട് ഇതങ്ങനെ ഇട്ട് താളിച്ചതിന് ശേഷം, ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിച്ചത് കൊണ്ട് ഇതെല്ലാം വിട്ടുപോയി. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ അത് വൈകുന്നേരത്തെ ചായ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊക്കെ മിക്സ് ചെയ്ത് ഉരുള ആക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും ഇത് തന്നെ ഉള്ളു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടുതൽ അങ്ങോട്ട് വെള്ളം പോലെയൊക്കെ ആക്കി കളയരുത്. അപ്പോൾ ഇതിനകത്ത് ബ്രെഡ് ക്രംസ് ഒക്കെ ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇത്തിരി കൂടി കട്ടിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇടാം. ഞാനത് എടുത്തിട്ടില്ല, ബ്രെഡ് ക്രംസ് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ മുട്ടയെല്ലാം എടുത്തേക്കണത് മൈദയാണ് കലക്കി എടുത്തേക്കണത്. കാരണം മുട്ട ഇവിടെ തീർന്നു പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനും ഇത് അടുക്കളയിലെ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം തീർന്നിരിക്കുന്നതാണ്, വെജിറ്റബിൾസും എല്ലാം തീർന്നിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഫ്രൈഡേ, അപ്പോൾ ഒന്നിനും പോകാൻ പറ്റിയില്ല. ഇനി തിങ്കളാഴ്ചയാണ്, നാളെയാണ് എല്ലാം മേടിക്കാൻ പോണത്. തിങ്കളാഴ്ച ഇപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ സൺഡേ ഞാനിപ്പോൾ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ നാളെ എന്ന് പറഞ്ഞു. അപ്പോൾ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രെഡ് ക്രംസ് പച്ച ബ്രെഡ് തന്നെയാണ് പൊടിച്ചെടുത്തത്. കാരണം ഇത് നല്ല ടേസ്റ്റാണ്. പച്ച ബ്രെഡ് പൊടിച്ചിട്ട് ഇങ്ങനെ മുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പൊടിക്കാതിരുന്ന കാര്യം എന്നാണ്. ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം അപ്പോൾ ആ ചപ്പാത്തിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, അതുണ്ട് ആ ചപ്പാത്തിയും കൂടി ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഹോൾഡേ മീൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഐഡിയയിലൊക്കെ മുന്നോട്ട് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.